ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. എല്ലാവർക്കും നമസ്കാരം. ശ്രീ സായി സച്ചരിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആരാണ് ഷിർദി ബാബ? അദ്ദേഹം എവിടെ നിന്ന് വന്നു? അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരാരെല്ലാം? ഗുരുവാര്? കുലമേത്? ഗോത്രമേത്? ഇതെല്ലാം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളത് ഈ ഗ്രന്ഥം കേട്ടതിന് ശേഷം മാത്രമാണ് അറിയുക. ഇവരെല്ലാവരും ധർമ്മോപദേശം നൽകുകയല്ല, അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് ഒരു പാഠം നൽകുകയാണ് ചെയ്തത്. സ്നേഹമായിരിക്കുക എന്നുള്ളൊരു പാഠം, ലളിതമായ ജീവിതം നയിച്ചു അദ്ദേഹം. നമ്മുടെ ഭാരതത്തിനൊരു പ്രത്യേകതയുണ്ട്, ഋഷി സമ്പത്താണത്. അജനാഭം എന്ന പേര് ഉണ്ടായിരുന്നതാണ്. ഭാരതം എന്ന് ആയത് തന്നെ ഭരതമഹർഷിയെ സ്നേഹിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ അതുല്യമായ കഴിവുകൾ അറിഞ്ഞവർ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് നൽകിയതാണല്ലോ. അപ്പോൾ സായിബാബ ഈ ഭാരതത്തിൽ തന്നെ പുണ്യമായ ഭൂമിയിൽ തന്നെ ജനിച്ച ഒരു അതുല്യനായ ഋഷിയായിരുന്നു. മഹാരാഷ്ട്രയിൽ ഷിർദി എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ഈ അതുല്യനായ ഋഷിയെ കണ്ടെത്തി. എവിടെയാണ് ജനനം എന്നുള്ള സംഗതികളെല്ലാം കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ലളിതമായ ജീവിതം, അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഗൃഹസ്ഥാശ്രമികൾക്ക് ഗൃഹസ്ഥധർമ്മം പറഞ്ഞുകൊടുത്തു, അവരെ നയിച്ചു. അതുപോലെ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, യദ്യത് ആചരതി ശ്രേഷ്ഠ എന്നുള്ളൊരു 3-ാം അധ്യായത്തിലുണ്ട്. ഈ ശ്രേഷ്ഠന്മാരായ ആളുകൾ എന്ത് ആചരിക്കുന്നോ അത് തന്നെയായിരിക്കും ഫോളോവേഴ്സും ആചരിക്കുക. അതുകൊണ്ട് 14 ലോകത്തിനും ശ്രീകൃഷ്ണനൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം കർമ്മനിരതനായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഋഷിമാരും. ദയ, കാരുണ്യം എന്നിവ അവർ കാണിച്ചു കൊടുത്തു. അത് ആ ഭൂതദയ മറ്റുള്ളവരിൽ വളർത്തിയെടുത്തു. ഉപദേശങ്ങൾ അല്ലാതെ പ്രായോഗികമായ കാര്യങ്ങളാണ് കൂടുതലും അവർ ചെയ്തിരിക്കുന്നത്. ബാബ അതുകൊണ്ട് തന്നെയാണ് ബാബയുടെ ആ ഒരു മൂടുപടമില്ലാത്ത ഒരു ജീവിതം, സന്തോഷകരമായ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ഉണ്ടായ ആ ഒരു ജീവിതമാണ്, ആ ലളിതമായ ജീവിതമാണ് ബാബയിൽ എല്ലാവരെയും ഇന്നും അടുപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ ഈ ഗ്രന്ഥം സപ്താഹമായിട്ടോ 3 ദിവസമായിട്ടോ അല്ലെങ്കിൽ ഒരു അധ്യായം ഒരു ദിവസം എന്ന രീതിക്കോ അങ്ങനെയൊക്കെ വായിച്ച് ബാബയ്ക്ക് സമർപ്പിക്കേണ്ട. അതിലൂടെ അവർക്ക് അനുഭവങ്ങൾ കിട്ടുന്നുമുണ്ട്. അതുതന്നെയാണ് ബാബയുടെ കഥയിലെ പ്രസക്തി. ഹേമത് പാന്ത് എന്ന് ബാബ വിളിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ബാബയുടെ സച്ചരിതം എഴുതുവാനായിട്ട് ഏൽപ്പിച്ചത്. പ്രത്യേകം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അത്രേ, ഒന്നും കൂട്ടിയും കുഴക്കുകയും ഒന്നും വേണ്ട, അവരവരുടേതായ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വ്യാഖ്യാനം ഒന്നും ആവശ്യമില്ല, എങ്ങനെ കണ്ടുവോ അതുപോലെ എഴുതുക. അതുതന്നെയാണ് ഇവിടെ ഒരു കൂട്ടിയും കിഴക്കലും ഒന്നുമില്ലാതെ അതാത് പടി എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, സായി സച്ചരിതത്തിലുള്ളത് മാത്രമല്ല, ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നീടും അത് മാസികകളിലായിട്ടുമൊക്കെ പിന്നീട് പലയിടത്തും വന്നിരുന്നു എന്നുള്ളതാണ്. നമുക്ക് സായി സച്ചരിതത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ പുറകിലിരിക്കുന്നത് മോഹൻജിയാണ്, ബ്രഹ്മർഷി മോഹൻജി ഫൗണ്ടേഷൻ്റെ ഈ വേദിയിൽ വെച്ചിട്ട് ബ്രഹ്മർഷി മോഹൻജിക്കും എൻ്റെ
അനന്തകോടി നമസ്കാരം. അദ്ദേഹത്തിലൂടെ ഒരുപാട് പേർക്ക് ഷിർദി ബാബയെക്കുറിച്ചും സത്യസായി ബാബയെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞു. അദ്ദേഹവും ദയ, കാരുണ്യം, അഹിംസ എന്നീ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക് ജനങ്ങളെ മാറ്റിയെടുക്കുവാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. മോഹൻജി മഹാരാജിനും എൻ്റെ അനന്തകോടി നമസ്കാരം. ബാബയെ തുതിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പിന്നെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഏതൊരു നല്ല കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഹരിശ്രീ ഓം ഹരിശ്രീ ഗണപതി നമ അവിഘ്നമസ്തു, ഈ വിജയദശമി നാളിലൊക്കെ കുട്ടികളെ കൊണ്ട് എഴുത്തിനിരുത്തുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. അതുപോലെ തന്നെ ഗുരുക്കന്മാരെ, മാതാപിതാക്കന്മാരെ ഒക്കെ നമസ്കരിച്ച് അല്ലേ, അത് തന്നെയാണ് ഈ ഹേമത് പാദം ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു എങ്ങനെയാണ് ഇനിയുള്ള ജനറേഷന് ഇതെല്ലാം എങ്ങനെ ചെയ്യണം എന്നുള്ള കൂടെ ഒരു വഴികാട്ടിയായിട്ട്, ഗുരു എപ്പോഴും ഒരു വഴികാട്ടിയായിട്ടാണല്ലോ നിൽക്കുന്നത്, ഗൈഡായിട്ട് സന്മാർഗം കാണിച്ചു തരുന്ന ഒരു സദ്ഗുരുവിൻ്റെ നമ്മൾ സ്തോത്രം തുടങ്ങിയിട്ട് നമുക്ക് ഈ അധ്യായം ആരംഭിക്കാം. സദാ സത്സ്വരൂപം ചിദാനന്ദകന്ദം ജഗത്സംഭവസ്ഥാനസംഹാരഹേതും സ്വഭക്തേച്ഛയാ മാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം. നമാമീശ്വരം സദ്ഗുരും സായിനാഥം. നമാമീശ്വരം സദ്ഗുരും സായിനാഥം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അധ്യായം 1. പ്രാചീന കാലത്തെ പതിവ് കീഴ്വഴക്കമനുസരിച്ച് സകല ദേവന്മാർക്കും വിനയത്തോടെ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഹേമത് പാന്ത് സായി സച്ചരിതം എഴുതുവാൻ തുടങ്ങുന്നത്. ആദ്യമായി വിഘ്നവിനാശകനായ ശ്രീ ഗണപതിയോട് യാതൊരു തടസ്സവുമില്ലാതെ സായി സച്ചരിതം പൂർത്തിയാക്കി തരുവാനും ബാബ തന്നെ ശ്രീ ഗണേശ്വരനാണെന്ന വിശ്വാസത്തോടെ ഈ പുസ്തകം ഒരു വിജയമാക്കി തരുവാനും പ്രാർത്ഥിക്കുകയും വാഗ്ദേവതയായ ശ്രീ സരസ്വതി ദേവിയോട് ഈ പുണ്യചരിതം എഴുതുവാനുള്ള പ്രചോദനം തരുവാനായി പ്രാർത്ഥിക്കുകയും ബാബ തന്നെ ദേവിയാണെന്നും ബാബയുടെ ജീവചരിത്രം ബാബ തന്നെ ഈ ഗ്രന്ഥത്തിലൂടെ വിവരിക്കുകയാണെന്നും സൃഷ്ടിസ്ഥിതി സംഹാര ദേവതകളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സ്തുതിക്കുകയും ബാബ തന്നെ ഈ ദേവന്മാരോട് താതാത്മ്യമുള്ള സദ്ഗുരുവാണെന്നും സംസാരസാഗരം കിടക്കുവാൻ സഹായിക്കും എന്നും പറയുകയും പരശുരാമനാൽ വീണ്ടെടുക്കപ്പെട്ട കൊങ്കണ ദേശത്തുള്ള ആദിപുരുഷൻ എന്ന് വിശ്വസിച്ചു വരുന്ന ദേവനായ ആദിനാരായണനെ നമിക്കുകയും ചെയ്യുന്നു. ശേഷം ഹേമത് പാന്തിന്റെ ഗോത്രനാഥനായ ഭരദ്വാജ മുനിയെയും മറ്റു ഋഷികളായ യാജ്ഞവൽക്യൻ, ഭൃഗു, പരാശരൻ, നാരദൻ, വേദവ്യാസൻ, സനകൻ, സനന്ദൻ, സനത്കുമാരൻ, ശുഗൻ, ശൗനകൻ, വിശ്വാമിത്രൻ, വസിഷ്ഠൻ, വാൽമീകി, വാമദേവൻ, ജൈമിനി, വൈശമ്പായനൻ, നവയോഗീന്ദ്രൻ മുതലായവരെയും ആധുനിക ഋഷികളായ നിവൃത്തി, ജ്ഞാനദേവൻ, സോപൻ, മുക്താബായ്, ജനാർദ്ദനൻ, ഏകനാഥ്, നാമദേവ്, തുക്കാറാം, കണ്ണ, നരഹരി മുതലായവരെയും മുത്തച്ഛനായ സദാശിവനെയും പിതാവായ രഘുനാഥനെയും തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയ അമ്മയെയും പിന്നീട് വളർത്തിക്കൊണ്ടുവന്ന പിതൃ സഹോദരിയെയും തന്നെ വളരെ സ്നേഹിച്ച ജ്യേഷ്ഠനെയും അത്യന്തം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഗ്രന്ഥം വായിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വായനക്കാരെയും ദത്താത്രേയ ദേവാവതാരവും ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് മനസ്സിലാക്കി തന്ന സമർത്ഥ സദ്ഗുരു ശ്രീ സായിനാഥനെയും ദൈവ ചൈതന്യമുള്ള എല്ലാ ജീവജാലങ്ങളെയും നമസ്കരിക്കുന്നു. പരാശരമുനി, വേദവ്യാസൻ, ശാണ്ഡില്യൻ മുതലായവർ വിവരിച്ച ഭക്തിമാർഗങ്ങളെ ചുരുക്കി പറഞ്ഞ ഗ്രന്ഥകർത്താവ് താഴെ ഉദ്ധരിക്കുന്ന കഥ പറയുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെയും നമസ്കരിക്കുന്നു. അവർ മൂലം തന്നെയാണ് എനിക്ക് പല സദ്ഗുരുക്കന്മാരെയും എനിക്ക് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നും. ഇതിലൂടെ ബാബ ഭരദ്വാജ ഗോത്രൻ ആണ് എന്നും കൂടെ ഞാൻ പറയുന്നു. ഭരദ്വാജ ഗോത്രത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഭരദ്വാജ ഗോത്രത്തിൽ മോഹൻജിയും ജന്മം പൂണ്ടിരിക്കുന്നത്. അതുപോലെ ദത്താത്രേയ അവതാരമാണ് ബാബ
മോഹൻജിയെയും ദത്താത്രേയ അവതാരത്തിലെ ഒരു കന്യായിട്ടാണ് കാണപ്പെടുന്നത്. സച്ചരിതം എഴുതാനുണ്ടായ പ്രചോദനത്തെക്കുറിച്ചാണ് ഇനി ഇവിടെ ഈ അധ്യായത്തിൽ പറയുന്നത്. 1910 ഒരു ദിവസം കാലത്ത് സായിബാബയുടെ ദർശനത്തിന് വേണ്ടി ഞാൻ, അതായത് ഈ പുസ്തകം എഴുതിയ ഹേമത് പാൻ, ഷിർദിയിലെ മസ്ജിദിൽ ചെന്നു. അവിടെ ഞാൻ കണ്ട കാഴ്ച അതിശയകരമായിരുന്നു. സായിബാബ വായും മുഖവും കഴുകിയ ശേഷം ഗോതമ്പ് പൊടിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. ബാബ നിലത്തൊരു ചാക്ക് വിരിച്ച് അതിന്മേലൊരു തിരിക്കല്ല് വെച്ച് കുറച്ച് ഗോതമ്പ് ഒരു മുറത്തിലെടുത്ത് കഫ്നിയുടെ കൈ ചുരുട്ടിക്കയറ്റി തിരിക്കല്ലിൻ്റെ കുറ്റി പിടിച്ച് തിരിച്ചുകൊണ്ട് കുറച്ച് ഗോതമ്പ് തിരിക്കല്ലിലിട്ട് പൊടിക്കുവാൻ തുടങ്ങി. ഞാൻ ഇത് കണ്ട് ഈ ഭിക്ഷാന്തേഹിയായ, യാതൊരു ധനവുമില്ലാത്ത, യാതൊന്നും സൂക്ഷിച്ചു വെക്കാത്ത ബാബ എന്തിനാണ് ഗോതമ്പ് പൊടിക്കുന്നത് എന്നാലോചിച്ചു. അവിടെ കൂടിയിരുന്ന മറ്റു പലരും അങ്ങനെ ആലോചിച്ചിരുന്നുവെങ്കിലും ബാബയോട് അതിനെപ്പറ്റി ചോദിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. അല്പസമയത്തിനുള്ളിൽ ബാബ ഗോതമ്പ് പൊടിക്കുന്നു എന്ന വർത്തമാനം ഗ്രാമം മുഴുവൻ പറഞ്ഞറിയുകയും സ്ത്രീ പുരുഷ ഭേദമന്യേ ആബാലവൃത്തം ജനങ്ങൾ ഈ കാഴ്ച കാണാൻ അവിടെ തടിച്ചുകൂടുകയും ചെയ്തു. അതിൽ ധൈര്യശാലികളായ 4 സ്ത്രീകൾ മുന്നോട്ട് കയറി വന്ന് ബാബയെ പിടിച്ചു മാറ്റി തിരിക്കല്ലിൻ്റെ കുറ്റി പിടിച്ച് ബാബയുടെ ലീലകളെപ്പറ്റി പാടിക്കൊണ്ട് പൊടിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ദേഷ്യം വന്നുവെങ്കിലും പ്രസ്തുത സ്ത്രീകളുടെ ഭക്തിയും സ്നേഹവും കണ്ട് ബാബ സന്തുഷ്ടനായി പുഞ്ചിരിക്കാൻ തുടങ്ങി. ആ സ്ത്രീകൾ അങ്ങനെ ഗോതമ്പ് പൊടിക്കുന്ന സമയത്ത് അവർ ബാബയ്ക്ക് വീടോ ധനമോ ഇല്ലെന്നും കുട്ടികളെയോ മറ്റോ നോക്കാനില്ലെന്നും ഭിക്ഷയെടുത്ത് ജീവിക്കലാണെന്നും ഒക്കെ ചിന്തിച്ചു. ഈ ഗോതമ്പ് പൊടി ബാബയ്ക്ക് ചപ്പാത്തിയോ റൊട്ടിയോ ഉണ്ടാക്കാൻ ആവശ്യമില്ല. ഇത്രയധികം മാവ് കൊണ്ട് ബാബ എന്ത് ചെയ്യാനാണ്? ഒരുപക്ഷെ ദയാലുവായ ബാബ ഈ മാവ് നമുക്ക് തരുമായിരിക്കും എന്നാലോചിച്ചും പാട്ട് തുടർന്ന് പാടിക്കൊണ്ടും അവർ മുഴുവൻ ഗോതമ്പ് പൊടിക്കുകയും തിരിക്കല്ല് മാറ്റിവെച്ച് ഗോതമ്പ് പൊടി 4ആയി വീതിച്ച് ഓരോരുത്തർ ഓരോ വീതമെടുത്ത് സ്ഥലമിടാൻ തുടങ്ങുകയും ചെയ്തു. അതുവരെ ശാന്തനായി നോക്കിക്കൊണ്ടിരുന്ന ബാബയ്ക്ക് കോപം വരികയും സ്ത്രീകളോട്, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? നിങ്ങളുടെ പിതാവിൻ്റെ സ്വത്താണോ കൊണ്ടുപോകുന്നത്? ഞാൻ നിങ്ങളോട് വല്ല ഗോതമ്പും കടം വാങ്ങിയിട്ടുണ്ടോ നിങ്ങളിങ്ങനെ എടുത്തുകൊണ്ടുപോകാൻ? ആട്ടെ, ഒരു കാര്യം ചെയ്യൂ, ഈ ഗോതമ്പ് പൊടി എടുത്ത് ഗ്രാമാതിർത്തിയിൽ കൊണ്ടുപോയി വിതറിക്കൊള്ളുവൻ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. സ്ത്രീകൾ ഇത് കേട്ട് വിഡ്ഢികളാവുകയും തമ്മിൽ പിറുപിറുത്തുകൊണ്ട് ബാബയുടെ കൽപ്പനയ്ക്കനുസരിച്ച് ഗ്രാമാതിർത്തിയിൽ കൊണ്ടുപോയി വിതറുകയും ചെയ്തു. ഈ സമയം എന്താണ് ബാബ ചെയ്തത് എന്ന് ഞാൻ ഷിർദിക്കാരോട് ചോദിച്ചു. അപ്പോൾ അവർ ഗ്രാമത്തിൽ കോളറ പടർന്നു പിടിക്കുന്നുണ്ടെന്നും അത് നിയന്ത്രിക്കാനുള്ള ബാബയുടെ പ്രതിവിധി ഇപ്രകാരമാണെന്നും പറഞ്ഞു. ബാബ കുടിച്ചത് ഗോതമ്പ് മണികളല്ല, കോളറയെ തന്നെയാണ്. അതാണ് ഗ്രാമാതിർത്തിക്ക് പുറമെ കൊണ്ടുപോയി കളയുവാൻ നിർദ്ദേശിച്ചത്. അന്നു മുതൽ ഗ്രാമത്തിൽ കോളറ ശമിക്കുകയും ജനങ്ങൾ സന്തുഷ്ടരാകുകയും ചെയ്തു. ഞാൻ ഇതറിഞ്ഞ് സന്തുഷ്ടനായെങ്കിലും എൻ്റെ ജിജ്ഞാസ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇപ്രകാരം ആലോചിച്ചു, കോളറയും ഗോതമ്പ് മാവും തമ്മിൽ എന്താണ് ബന്ധം? നമ്മളും അങ്ങനെ ചിന്തിക്കില്ലേ, ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന്? അതേപോലെ തന്നെ ഹേമത് പാദം ചിന്തിച്ചത്രേ. ഇതൊരു അവർണ്ണനീയമായ സംഭവമാണ്, ഇതിനെപ്പറ്റി എന്തെങ്കിലും എഴുതണം. ബാബയുടെ ലീലയോർത്ത് മനസ്സാ സന്തുഷ്ടനാകുന്നു. ഇപ്രകാരം ആലോചിച്ചുകൊണ്ട് ഞാൻ ആനന്ദവാനായി. ആ പ്രചോദനം കൊണ്ട് എഴുതുന്നതാണ് ഈ സച്ചരിതം. അങ്ങനെ ബാബയുടെ അനുഗ്രഹാശിസുകളെ കൊണ്ട് ഈ പുസ്തകം വിജയപ്രദമായെന്ന് നമുക്കറിയാം. ഗോതമ്പ് പൊടിക്കുന്നതിൻ്റെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഷിർദിക്കാർ ഗോതമ്പ് പൊടിക്കുന്നതിന് കൊടുത്ത അർത്ഥത്തിന് പുറമെ അതിലൂടെ താത്വികമായ ഒരു പ്രാധാന്യവും കൂടിയുണ്ട്. സായിബാബ ഷിർദിയിൽ 60 കൊല്ലത്തോളം താമസിച്ച കാലം അത്രയും ഒരുവിധം എല്ലാ ദിവസങ്ങളിലും തിരിക്കല്ലുകൊണ്ട് പൊടിക്കുക പതിവായിരുന്നു. അത് ഗോതമ്പ് മാത്രമായിരുന്നില്ല, ഭക്തന്മാരുടെ പാപഭാരങ്ങളും മാനസികവും ശാരീരികവുമായ കഷ്ടതകളും ഒക്കെയായിരുന്നു പൊടിച്ചിരുന്നത്. തിരിക്കല്ലിൻ്റെ 2 കല്ലുകൾ ശക്തിയും കർമ്മവുമാണ്. കർമ്മം താഴെയും ശക്തി മുകളിലും. ബാബ പിടിച്ചു തിരിച്ചിരുന്ന കുറ്റിയാണ് ജ്ഞാനം. ജ്ഞാനവും ബ്രഹ്മജ്ഞാനവും വളർത്തിയെടുക്കാൻ വിട്ടുപോവാത്ത മട്ടിലുള്ള വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും പാപങ്ങളെയും സത്വരജ തമോ ഗുണങ്ങളെയും അഹങ്കാരത്തെയും പൊടിച്ച് കളഞ്ഞാൽ മാത്രമേ സാധ്യമാവൂ എന്നത് ബാബയുടെ ഉറച്ച അഭിപ്രായമായിരുന്നു. ഇത് കബീറിൻ്റെ മറ്റൊരു കഥ ഓർമ്മിപ്പിക്കുന്നു. ഒരു സ്ത്രീ ഗോതമ്പ് കുടിക്കുന്നത് കണ്ടപ്പോൾ കബീർ ഗുരു നിപതിരഞ്ജനോട് പറഞ്ഞു, ഞാൻ കരയുന്നത് ലൗകികത്തിൽ ഞാൻ ഈ തിരിക്കല്ലിൽ ധാന്യം പൊടിക്കപ്പെടുന്ന പോലെ അരയ്ക്കപ്പെടുന്നു, ആ വേദന കൊണ്ടാണ്. നിപതിരഞ്ജൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഗുരു പറഞ്ഞു അത്രേ, ഭയപ്പെടണ്ട, ഈ തിരിക്കല്ലിൻ്റെ പിടിയാകുന്ന ജ്ഞാനത്തെ ഞാൻ ചെയ്യുന്നത് പോലെ മുറുക്കെ പിടിച്ചോളൂ. എന്നിട്ട് ദൂരെയൊന്നും പോവണ്ട, അതിൻ്റെ മധ്യത്തെ നോക്കി തിരിച്ചോളൂ. നിന്നെ തീർച്ചയായും രക്ഷപ്പെടുത്തും. ശ്രീ സായിയെ നമിക്കുവിൻ.
ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്.